എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ ഏതാനാണ് പറയുന്നത്. അതിൽ ചില ഭാഗങ്ങൾ അവർ തന്നിട്ടുണ്ട്, ചിലത് നമ്മൾ എഴുതണം. അപ്പോൾ സിമ്പിളാണ്. എന്താണ് ആ ചിത്രങ്ങൾ? ഒന്ന് എന്താണ്? ബസ്. പിന്നെ കാർ. ബസ് എന്താണ് അവിടെ പറയുന്നത്? ഐ ഹാവ് 20 സീറ്റ്സ്. എന്താണ്? ബസ് പറയാണ് എനിക്ക് 20 സീറ്റുകളുണ്ടെന്ന്. അല്ലേ? ബസ്സിൽ ധാരാളം സീറ്റുകളുണ്ട് അല്ലേ? അപ്പോൾ 20 സീറ്റുകളുണ്ടെന്ന് കാറിനോട് ബസ് പറയാണ്. അപ്പോൾ കാർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? കാറിന് 20 സീറ്റുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താവും കാറ് പറഞ്ഞിട്ടുണ്ടാവുക? കാറ് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് എത്ര സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും? 4 5 ഓരോ കാറിനനുസരിച്ചിരിക്കും. ഇപ്പം നമ്മളൊരു 4 എന്ന് പറയാനായിട്ട്. അപ്പം കാറ് പറയാണ് എനിക്ക് 4 സീറ്റുണ്ട്. അപ്പം കാറ് പറയാണ് എനിക്ക് 4 സീറ്റുകളുണ്ട്. എങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാവുക? ബസ് എങ്ങനെയാണ് പറഞ്ഞത്? ഐ ഹാവ് 20 സീറ്റ്സ് അല്ലേ? ഐ ഹാവ് 20 സീറ്റ്സ്. അപ്പം കാറ് എങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാവുക? ഇതേപോലെ തന്നെ ഇവിടെ ഐ ഹാവ് 4 സീറ്റ്സ്. അപ്പോൾ ഈ 20 എന്നുള്ളിടത്ത് മാത്രമാണ് കാറ് മാറ്റി പറഞ്ഞേക്കണേ അല്ലേ? കാർ എന്ത് പറഞ്ഞു? 4 സീറ്റ്സ്. അപ്പോൾ ഇതേപോലെ നോക്കി എഴുതണം. എന്ത്? ഐ ഹാവ് 4 സീറ്റ്സ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഐ ഹാവ് 20 സീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 സീറ്റുകളുണ്ടെന്ന് ബസ് പറഞ്ഞു. കാർ എന്ത് പറഞ്ഞു? എനിക്ക് 4 സീറ്റുകളുണ്ടെന്ന്. അപ്പോൾ എനിക്ക് 4 സീറ്റുകളുണ്ടെന്ന് എങ്ങനെ എഴുതും? ഇതേപോലെ തന്നെ ബസ് പറഞ്ഞ പോലെ തന്നെയാണ് പറയേണ്ടത്. അതിൽ എന്തുണ്ട്? ഈ 20 എന്നുള്ളത് മാറ്റി അവിടെ എന്ത് എഴുതണം? 4 എന്നാക്കണം. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പോൾ കാർ എന്താ പറഞ്ഞത്? ഐ ഹാവ് 4 സീറ്റ്സ്. ഓക്കെ, അടുത്തത് എന്താണ് ബസ് പറഞ്ഞ്? ബസ് പറഞ്ഞ് എന്തോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാനില്ല അല്ലേ? ബസ് എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എഴുതണം. അതെന്താണെന്ന് അറിയില്ല അല്ലേ? പക്ഷേ കാർ അതിന് ഉത്തരം പറയുന്നുണ്ട്. എന്താ പറയണത്? അല്ലെങ്കിൽ കാറ് ബസ് പറയുന്നത് കേട്ടിട്ട് കാർ ഒരു കാര്യം പറയുന്നത് എന്താ പറയുന്നത്? ഐ ടു ഹാവ് 4 വീൽസ്. എനിക്കും 4 എന്തുണ്ട്? ചക്രങ്ങളുണ്ട് അല്ലേ? എനിക്കും 4 ചക്രങ്ങളുണ്ട്. അങ്ങനെ കാറ് പറയണമെങ്കിൽ ബസ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ബസ് എന്താവും പറഞ്ഞിട്ടുണ്ടാവും? ബസ് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കാറ് പറഞ്ഞത് എന്താ? എനിക്കും 4 ചക്രങ്ങളുണ്ടെന്ന് അല്ലേ? അപ്പോൾ ബസ് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? എന്താവും? അപ്പോൾ ബസ് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് 4 ചക്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാവുമല്ലോ കാറ് പറഞ്ഞിട്ടുണ്ടാവുക എനിക്കും 4 ചക്രങ്ങളുണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് എനിക്ക് 4 ചക്രങ്ങളുണ്ട് എന്ന് പറയുക? എങ്ങനെയാ? ഇതേ ബസ് അതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെയല്ലേ? അതിന് മുന്നേ എന്താ പറഞ്ഞേ? ഐ ഹാവ് 20 സീറ്റ്സ്. അതേപോലെ തന്നെയാണ് ബസ് പിന്നെയും പറഞ്ഞത്. എങ്ങനെ? ഐ ഹാവ് 4 വീൽസ്. മനസ്സിലായോ? ഐ ഹാവ് 4 വീൽസ്. ഇവിടെ ഐ ഹാവ് 2 എന്നുള്ളത് എഴുതണ്ട. എന്താണ്? എനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? എനിക്ക് 4 ചക്രങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ആ 2 മാറ്റിയിട്ട് അത് എഴുതണ്ട, ബാക്കി ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതുക. ഐ ഹാവ് 4 വീൽസ്. എനിക്ക് 4 ചക്രങ്ങളുണ്ടെന്ന് ബസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് കാറ് പറഞ്ഞത് എന്ത്? ഐ ടു ഹാവ് 4 വീൽസ്. എനിക്കും 4 ചക്രങ്ങളുണ്ടെന്ന്. ഓക്കെ, അടുത്തത് നോക്കാം. എന്താണ് അവിടെ ബസ് പറഞ്ഞത്? വായിച്ചു നോക്കിയേ. എന്താണ് അതൊന്ന് വായിച്ചേ. ഐ ആം ബിഗ് അല്ലേ? ബസ് പറഞ്ഞത് ഐ ആം ബിഗ്. എന്താണ്? ഞാൻ വലുതാണ്. ബസ് പറഞ്ഞു അല്ലേ? ഞാൻ വലുതാണ്. അതെ, ബസ് വലുതല്ലേ? കാറിനെ നോക്കുമ്പോൾ ബസ് വലുതല്ലേ? അപ്പോൾ ബസ് പറഞ്ഞു കാറിനോട് ഞാൻ വലുതാണ്. എങ്ങനെ പറഞ്ഞേ? ഐ ആം ബിഗ് അല്ലേ? വലുതിന് എന്താ പറയുക? ബിഗ്. അപ്പോൾ കാർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? കാറ് ബിഗാണോ? ബസ്സിൻ്റെ പോലെ ബിഗാണോ കാറ്? അല്ല അല്ലേ? കാർ എന്താണ്? കാറ് ബസ്സിനെ വെച്ച് നോക്കുമ്പോൾ കാറ് എന്താണ്? സ്മോൾ. അപ്പോൾ കാറ് പറഞ്ഞിട്ടുണ്ടാവും ഐ ആം എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം സ്മോൾ. എങ്ങനെ എഴുതുക? ഐ ആം
സ്മോൾ, ഞാൻ ചെറുതാണ് അല്ലേ? ഐ ആം എന്ന് എഴുതുക. എന്നിട്ട് ബിഗിന് പകരം അവിടെ എന്ത് എഴുതണം? സ്മോൾ, SMALL. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അവിടെ തന്നിരിക്കുന്നത്? 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ? 2 പിക്ചർ തന്നിട്ടുണ്ടല്ലേ? എന്താണ് പിക്ചർ? പറഞ്ഞു നോക്കിയേ. ഒരു കുട്ടി സൈക്കിളും എങ്ങനെ പോണത് കാണിക്കുന്നുണ്ട്. പിന്നെന്താ കാണിക്കുന്നത്? ഒരു കുട്ടി പട്ടം പറത്തുന്നതല്ലേ? ഇങ്ങനെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? എന്താണ് നിങ്ങൾ ആ ചിത്രങ്ങളിൽ കാണുന്നത്? എന്താ കാണുന്നത്? പറഞ്ഞു തന്നെ. എന്ത്? ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ട് അല്ലേ? ഇനി ചോദ്യം നോക്കാം. എ ബോയ് ആൻഡ് എ ഗേൾ ആർ എൻഗേജ്ഡ് ഇൻ സം ആക്ടിവിറ്റീസ്. എന്താണ് അവർ പറയണത്? ഒരു ബോയ് എന്ന് വെച്ചാൽ ആൺകുട്ടിയും ഒരു ഗേൾ ഒരു പെൺകുട്ടിയും എൻഗേജ്ഡ് ആണ്. എന്തിലേ? സം ആക്ടിവിറ്റീസ്, ചില പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. എന്താണ് ഒരു കുട്ടി ചെയ്യുന്നത്? എന്താ ബോയ് ചെയ്യണത്? സൈക്കിള് ചവിട്ടുക. ഗേൾ ചെയ്യണത് പട്ടം പറപ്പിക്കുക അല്ലേ? അപ്പോൾ സൈക്കിളിന് എന്താ പറയുക? ബൈസിക്കിൾ. പട്ടത്തിനെയോ? കൈറ്റ്. വാട്ട് ആർ യു സേയിങ്? അവരെന്താവും പറഞ്ഞിട്ടുണ്ടാവുക? അവർ സൈക്കിൾ ചവിട്ടുന്ന ബോയ് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ കണ്ടോ? അവിടെ ഡാഷ് ഇട്ടുണ്ട്. അവിടെ നമ്മൾ പൂരിപ്പിക്കണം. പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതും നമ്മൾ എഴുതണം. ദ ലൈക്ലി ഡയലോഗ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം ഇൻ സ്യൂട്ടബിൾ പ്ലേസ്. കണ്ടോ? ബോക്സിൽ നിന്നെടുത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ അതണ്ട് എഴുതുകയോ വേണ്ടോ? അപ്പോൾ എന്താവും ആ ബോക്സിൽ തന്നേക്കണത്? അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? ഒന്ന് വായിച്ചു നോക്കിയേ. ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ. റൈഡ് ചെയ്യണത്, ബൈസിക്കിൾ റൈഡിങ് ചെയ്യാണ്. ഞാൻ ബൈസിക്കിൾ റൈഡിങ് ചെയ്യാണ് അല്ലേ? ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ. അപ്പോൾ അത് ഏതിലാവും എഴുതുക? ഐ ആം റൈഡിങ് ദ ബൈസിക്കിൾ. ബൈസിക്കിൾ എന്താ? സൈക്കിള് അല്ലേ? ആൺകുട്ടി പറഞ്ഞതിൽ നമുക്ക് എഴുതാം അല്ലേ? ബൈസിക്കിൾ കണ്ട ബൈസിക്കിളാണെന്ന് മനസ്സിലാവില്ലേ? സെൻറ്റൻസ് ബോയ് പറയുന്നിടത്ത് എഴുതാം. ഇനി ഏളെന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം, വായിച്ചു നോക്കിയേ. ഐ ആം ഫ്ലൈയിങ് ദ കൈറ്റ്. എന്താണ്? കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം. ഞാൻ പട്ടം പറപ്പിക്കുകയാണ് അല്ലേ? അതല്ലേ ഗേള് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഗേള് പറഞ്ഞത് എവിടെ എഴുതണം? ഗേള് പറഞ്ഞ ആ കോളത്തിൽ എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം എ വെജിറ്റബിൾ. ഞാനൊരു പച്ചക്കറിയാണ്. പിന്നെയോ? ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ഞാൻ എങ്ങനെയാണ്? റൗണ്ട് ഷേപ്പാണ്. പിന്നെയോ? ഐ ആം റെഡ് ഇൻ കളർ. എന്താണ്? ഞാൻ ഏത് കളറാണ്? റെഡ് കളറാണ്. ഹൂ ആം ഐ? ആരാണ് ഞാൻ? വെജിറ്റബിളായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള റെഡ് കളറുള്ള ആരാണ് ആള്? റെഡ് കളറ് റൗണ്ട് ഷേപ്പുള്ള വെജിറ്റബിൾ ഏതാ? ടൊമാറ്റോ. എന്നെങ്ങനെ എഴുതുക? TOMATO. ടൊമാറ്റോ അല്ലേ? തക്കാളി അല്ലേ? വെജിറ്റബിൾ തക്കാളിയാണ്. നല്ല റൗണ്ട് ഷേപ്പുള്ള റെഡ് കളറുള്ള തക്കാളി അല്ലേ? ടൊമാറ്റോ. അപ്പോൾ ഹൂ ആം ഐ? ആരാണ്? ടൊമാറ്റോ. ഇനി അടുത്തത് ഐ ആം എ വെജിറ്റബിൾ. ഞാനൊരു വെജിറ്റബിളാണ്. ഐ ആം ഓറഞ്ച് ഇൻ കളർ. എന്താണ് കളറ്? ഓറഞ്ച് കളറാണ്. ഞാൻ ഓറഞ്ച് കളറാണ്. റാബിറ്റ്സ് ലൈക്ക് മീ മോർ. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയലിനെ വളരെ ഇഷ്ടം കൂടുതലാണ് അല്ലേ? മുയലിന് കൂടുതൽ ഇഷ്ടമാണ് എന്നെ. ഐ ആം സ്വീറ്റ് ഇൻ ടേസ്റ്റ്. നല്ല സ്വീറ്റ് ഇൻ ടേസ്റ്റാണ്. ഹൂ ആം ഐ? ആരാണ്? വെജിറ്റബിളായിട്ടുള്ളത്. ഓറഞ്ച് നിറത്തിലുള്ള വെജിറ്റബിൾ ഏതാ? പച്ചക്കറി ഏതാ? ഓറഞ്ച് നിറത്തിലുള്ള പച്ചക്കറി ഏതാ? റാബിറ്റിന് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ള പച്ചക്കറി ഏതാണ്? സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആയിട്ടുള്ള പച്ചക്കറി ഏതാ? ക്യാരറ്റ്. ക്യാരറ്റ് അല്ലേ? ക്യാരറ്റിന് ഏത് കളറാണ്? ഓറഞ്ച് കളറാണ്. റാബിറ്റ് മുയലിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാബറ്റ്. പിന്നെയോ അതൊരു വെജിറ്റബിളാണ് അല്ലേ? അപ്പോൾ ക്യാരറ്റ്, CARROT, ക്യാരറ്റ്. ഓക്കെ, അപ്പം നാളെ
പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.